കൊപ്പം പഞ്ചായത്തിൽ ഇത്തവണയും ഇരുമുന്നണികൾക്ക് ഭരിക്കണമെങ്കിൽ ഭാഗ്യം കനിയണം. ഭാഗ്യം തങ്ങളെ തുണയ്ക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇരുമുന്നണികളും. കൊപ്പം പഞ്ചായത്തിൽ ജനവിധി മാത്രം പോരാ, മുന്നണികൾക്ക് ഭരിക്കണമെങ്കിൽ അല്പം ഭാഗ്യവും വേണം. ആ ഭാഗ്യത്തിനായുള്ള കാത്തിരിപ്പിലാണ് വിജയിച്ച നിയുക്താംഗങ്ങൾ. 20 വാർഡുകളുള്ള പഞ്ചായത്തിൽ LDFനും UDFനും 10 വീതം സീറ്റുകളാണ് ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണയും സമാനമായ അവസ്ഥ തന്നെയായിരുന്നു. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പും വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പും നറുക്കെടുപ്പിലൂടെയാണ് തീരുമാനിക്കുക. ഭാഗ്യപരീക്ഷണവും രാഷ്ട്രീയ ചാഞ്ചാട്ടങ്ങളും പഞ്ചായത്ത് ഭരണസമിതിയെ കഴിഞ്ഞ തവണ മാറ്റിമറിച്ചു. ഇത്തവണയും സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമോ എന്നത് കാത്തിരുന്ന് കാണണം. നിലവിൽ ഭാഗ്യപരീക്ഷണം മാത്രമാണ് മുന്നണികൾ ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ 3.5 വർഷക്കാലം മികച്ച വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കിയതിനുള്ള അംഗീകാരമാണ് LDFന്റെ വിജയമെന്ന് നിലവിലെ പഞ്ചായത്ത് പ്രസിഡന്റും 1-ാം വാർഡിൽ നിന്നും LDF സ്ഥാനാർത്ഥിയായി വിജയിച്ച T ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ഭാഗ്യപരീക്ഷണത്തിൽ പ്രതീക്ഷയുണ്ട്. പഞ്ചായത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരം ഭാഗ്യത്തിന്റെ രൂപത്തിലും എത്തുമെന്നാണ് പ്രതീക്ഷയെന്നും T ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. സംസ്ഥാനത്തും പട്ടാമ്പി ഏരിയയിലും നമ്മുടെ LDFന്റെ സാധ്യതയുള്ള കുറെ പഞ്ചായത്തുകൾ ഈ തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ടപ്പോഴും കൊപ്പം പഞ്ചായത്ത് ആ തരംഗത്തിലൊന്നും വീഴാതെ കഴിഞ്ഞ 3.5 വർഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണസമിതി ഈ കൊപ്പം പഞ്ചായത്തിൽ നടത്തിയ അവിസ്മരണീയമായ വികസന പ്രവർത്തനങ്ങളുടെ ഒരു ഉത്തരമായിട്ടാണ്, അതിൻ്റെ ഉള്ള പിന്തുണയാണ് ജനങ്ങൾ തന്നിട്ടുണ്ട്. നിലവിൽ 10 സീറ്റ് നേടുകയും കയ്യിലുണ്ടായിരുന്ന ഒരു 3 ഉറച്ച സീറ്റുകൾ ചില കൈപ്പിഴകൾ കാരണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് പാർട്ടി പരിശോധിക്കുന്നുണ്ട്. എന്തായാലും വളരെ നല്ല ഒരു ജനഹിതമാണ്, നല്ല ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു സാഹചര്യമാണ് കൊപ്പം പഞ്ചായത്തിൽ ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായും 3.5 വർഷം നടത്തിയ വലിയ വികസന പ്രവർത്തനങ്ങൾക്കുള്ള പിന്തുണ ഈ കൊപ്പത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളിൽ ലഭിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് തീരെ പ്രതീക്ഷിക്കാത്ത 3 സീറ്റുകൾ ലഭിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായത്. തീർച്ചയായിട്ടും അത്തരം ഒരു സാഹചര്യം വരുമ്പോൾ അത് ഇടതുപക്ഷത്തിന് അനുകൂലമാവും എന്ന് തന്നെയാണ്. കാരണം ഈ പഞ്ചായത്തിൽ നടത്തിയ വികസനം 600 പേർക്ക് വീട് കൊടുത്തതും 54 പേർക്ക് ഭൂമി കൊടുത്തതും അങ്ങനെ ഒരുപാട് വികസന ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കൊപ്പം ടൗൺ ഉൾപ്പെടെയുള്ള പ്രവർത്തനം അതിന്റെ എല്ലാം ഒരു ഉത്തരമായിരിക്കും ഈ വരുന്ന നറുക്കെടുപ്പ് ഉണ്ടായാൽ പോലും കൊപ്പത്ത് ഇടതുപക്ഷത്തിന് ഉണ്ടാവാൻ പോകുന്ന നേട്ടം. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് UDF പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ നേരിട്ടതെന്നും അതിന്റെ ഫലമുണ്ടായെന്നും UDFിലെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റും 11-ാം വാർഡിൽ നിന്നും UDF സ്ഥാനാർത്ഥിയായി വിജയിച്ച MC അബ്ദുൾ അസീസ് പറഞ്ഞു. അശാസ്ത്രീയമായ വാർഡ് വിഭജനത്തെ മറികടന്നുള്ള വിജയം നേടാനായെന്നും അസീസ് സൂചിപ്പിച്ചു. ഭാഗ്യപരീക്ഷണത്തിൽ പ്രതീക്ഷയുണ്ട്. കഴിഞ്ഞ തവണ ഭാഗ്യത്തിലൂടെ ഭരണം ലഭിച്ച LDFന് ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ലെന്നും ഇത്തവണ ഭാഗ്യം UDFനൊപ്പമാകുമെന്നും MC അബ്ദുൾ അസീസ് വ്യക്തമാക്കി. UDF ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. കാരണം അശാസ്ത്രീയമായി തങ്ങൾക്ക് വിജയിച്ചു കയറാമെന്ന ഒരു മോഹത്തോടു കൂടിയിട്ടാണ് വാർഡ് വിഭജനം നടത്തിയിട്ടുള്ളത്. CPM ഈ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുമ്പോൾ തന്നെ 14 വാർഡ് അല്ലെങ്കിൽ 16 വാർഡ് CPMന് ഷുവറാണെന്ന് പറഞ്ഞായിരുന്നു ഈ പ്രചരണ രംഗത്ത് സജീവമായിട്ടുള്ളത്. എന്നാൽ അതിനൊക്കെ നമ്മൾ തുടച്ചു മാറ്റി 10 പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോ വരും ദിവസങ്ങളിൽ ഇനി സത്യപ്രതിജ്ഞയും പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പൊക്കെ കൃത്യമായി UDF അതിന്റെ എല്ലാ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകും. തീർച്ചയായും ഞങ്ങൾക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വനിതയും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പുരുഷനും ഞങ്ങൾ മത്സരിപ്പിക്കും. അതിൽ ഞങ്ങൾക്ക് നറുക്ക് വീഴും എന്ന് തന്നെയാണ് ഞങ്ങളുടെ ശുഭാപ്തി വിശ്വാസം. കഴിഞ്ഞ 5 വർഷത്തിൽ കേവലം 21 മാസമാണ് UDFന് ഭരണം കിട്ടിയിട്ടുള്ളത്. അതിന്റെ ശേഷം വന്ന അതിന്റെ മുന്നേയും അതിന്റെ ശേഷവും വന്ന ഭരണം ഒരു ജനങ്ങളുടെ പ്രതീക്ഷക്കൊത്ത് ഉയർന്നിട്ടില്ല. കാരണം വേണ്ട രീതിയിലല്ല ചെലവഴിക്കപ്പെട്ടിട്ടുള്ളത്. ലൈഫ് ഭവന പദ്ധതിയിലുണ്ട്, അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നുണ്ട്. കാരണം 2020 ലിസ്റ്റ് വരെ പൊട്ടിച്ചത് ഞങ്ങളാണ്. അപ്പൊ അതല്ലാതെ മറ്റു മേഖലകളിലൊന്നും പ്രാധാന്യം കൊടുത്തിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും അത് ഞങ്ങൾക്ക് ഭാഗ്യമായി വരും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ആർത്തുലസിക്കാൻ ഇതാ മെറൈൻ ആൻഡ് റോബോട്ടിക് എക്സ്പോ റോബോട്ട് വേൾഡ് ഷൂസ്. നവംബർ 30 മുതൽ ആഴക്കടലിലെ മത്സ്യകന്യകകൾ ആദ്യമായി ഇതാ പട്ടാമ്പി കൊളപ്പുള്ളിയിൽ.